നേരെ അമ്പലപ്പുഴയിലേക്കൊന്ന് പോകാം. അവിടെ NDA സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ ജനം ടിവിയോട് പ്രതികരിക്കുന്ന വേളയിൽ അദ്ദേഹം പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ഇസ്ലാമിക ഭീകര സംഘടനയായ SDPIയും LDFും തമ്മിലുള്ള രഹസ്യ ബാന്ധവം സംബന്ധിച്ചാണ്. ഒപ്പം കേന്ദ്ര പദ്ധതികൾ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നത്, കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പ് എങ്ങനെയാണ് NDA നടത്തുന്നത് തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം മണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമാക്കുകയാണ്. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അമ്പലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി അനിരുദ്ധൻ്റെ പ്രചരണങ്ങൾ ചിട്ടയാർന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ NDA നോക്കിക്കാണുന്നത്. ഇവിടെ SDPI CPM ബാന്ധവം വലിയ രീതിയിൽ വിവാദമായിരിക്കെ, ചർച്ചയായിരിക്കെ അതും ബാധിക്കില്ല NDA എന്ന തികഞ്ഞ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രീതികളും മറ്റ് പ്രതീക്ഷകളും ഒന്ന് അരുണിനോട് തന്നെ ചോദിക്കാം. അരുൺ, എങ്ങനെ പോകുന്നു ഇപ്പോൾ പ്രചരണം? എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ഈ ദിവസം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രചരണമാണ് നമുക്ക് അമ്പലപ്പുഴയിൽ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടന്നു വരുന്ന എല്ലാ വഴികളിലും ആളുകളുടെ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടുന്നുണ്ട്, വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. അമ്പലപ്പുഴയിലെ പൊതുമനസ്സ് കാലങ്ങളായി ഇടതിനെയും വലതിനെയും സഹായിച്ച് മടുത്ത് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് അമ്പലപ്പുഴ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിനും വികസനമില്ലായ്മയ്ക്കുമുള്ള ഒരു മറുപടി ഈ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ SDP ബന്ധം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു മണ്ഡലം കൂടിയാണ്. നോക്കൂ, ഇവിടെ നിലവിലെ MLA ആയിട്ടുള്ള H സലാം, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ 6 SDPIയുടെ മെമ്പർമാർ ഉള്ള പഞ്ചായത്താണ്. അമ്പലപ്പുഴ അസംബ്ലിയിൽ നമ്മൾ പരിശോധിച്ചാൽ SDPIയുടെ നേതാക്കന്മാർ തന്നെ പറയുന്നത് 10,000-നടുത്ത് വോട്ടർമാർ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വോട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് അമ്പലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഇടുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് സലാമിൻ്റെ കാര്യം മാത്രമല്ല, സലാമിനെതിരായി SDPI ബന്ധം ഉന്നയിക്കുന്ന G സുധാകരൻ ഏതെങ്കിലും സമയങ്ങളിൽ തീവ്രവാദ സ്വഭാവമുള്ള മതതീവ്രവാദ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? മുൻകാലങ്ങളിൽ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ വോട്ട് വാങ്ങി വിജയിച്ച ആളാണ് G സുധാകരൻ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയുവാൻ തയ്യാറാകുമോ? അപ്പോൾ ഒരു വശത്ത് SDPIയുടെ വോട്ട് പിടിക്കുവാനായി CPMഉം CPMൻ്റെ നിലവിലെ MLAയുമായിട്ടുള്ള H സലാം വലിയ പരിശ്രമം നടത്തുകയും അവരുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വോട്ടുകൾ CPMൻ്റെ പെട്ടിയിലേക്ക് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള വോട്ട് വാങ്ങിക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് G സുധാകരൻ. നിങ്ങളത് ചർച്ച ചെയ്യേണ്ടത് ഇതാണ്. രാഷ്ട്രത്തിനെതിരായിട്ട്, രാജ്യത്തിനെതിരായിട്ട് കേരളത്തിൽ മതരാഷ്ട്രം വരണമെന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ മത്സരിക്കുന്ന H സലാമും G സുധാകരനും പരസ്പരം മത്സരിക്കുകയാണ്. അവർ ഇവിടുത്തെ മതേതര മുഖമാണെന്ന് പറയുകയും എന്നാൽ മതതീവ്രവാദികളുടെ വോട്ടിന് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് അമ്പലപ്പുഴയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് കാണുന്ന അമ്പലപ്പുഴയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഇതിന് തക്കതായിട്ടുള്ളൊരു മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മറുപടി NDAക്ക് BJPക്ക് അനുകൂലമായി മാറുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ അമ്പലപ്പുഴയിലെ ഒരു വികസനം നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ആയാലും ദേശീയപാത വികസനമായാലും ഇതെല്ലാം NDAയുടെ കേന്ദ്ര സർക്കാർ, മോദി സർക്കാരിൻ്റേതായിട്ടാണ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ അമ്പലപ്പുഴ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ എല്ലാ അവകാശവാദം ഈ ജനപ്രതിനിധികൾ അവകാശപ്പെട്ട് അത് തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ വോട്ടർമാർക്ക് ഉണ്ടാവില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ജനം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ജനം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 6 പതിറ്റാണ്ട് മുമ്പ് രാജ്യത്ത് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള വികസനമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പല കാര്യങ്ങളും, പല വികസന പദ്ധതികളും രാഷ്ട്രീയ പ്രേരിതമായിട്ട് BJPക്ക്, കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വരാതിരിക്കാൻ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ B ടീമായിട്ടുള്ള കോൺഗ്രസ് നടത്തി വരുന്ന എത്രയെത്ര തന്ത്രങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ വിഷയം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വീഴ്ച.
അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് അടക്കം കേന്ദ്രം നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സഹായം, നമ്മുടെ കൺമുന്നിലൂടെ ഏറ്റവും വലിയ വികസനം, റോഡ് വികസനത്തിൽ കേന്ദ്രം നൽകിയ സാമ്പത്തിക സഹായം, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 2014 മുതൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം, BJPക്ക് കേരളത്തിൽ, NDAക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ലോക്സഭയിലാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലടക്കം 2014 ശേഷം BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ചെറുതല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നതും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതും, ഇക്കാലം അത്രയും ഇടത് വലത് മുന്നണികൾ ഇവിടുത്തെ സാധാരണക്കാരനെ കബളിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം ഈ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ മോഡൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലും അമ്പലപ്പുഴയിലും വരണമെന്ന് അമ്പലപ്പുഴയിലെയും കേരളത്തിലെയും പൊതുമനസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വിധിയെഴുത്ത് ഈ വരുന്ന 9-ാം തീയതി ഉണ്ടാവും. അത് BJPക്ക് NDAക്ക് അനുകൂലമാകും. അതുതന്നെയാണ് ഒരു മോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ. അത് അമ്പലപ്പുഴയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി NDA പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങൾ പിന്തുണയ്ക്കും. മറ്റ് അവസരവാദ രാഷ്ട്രീയമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് NDAക്കൊപ്പം ഇവിടുത്തെ പൊതുജനം നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അരുൺ അനിരുദ്ധനുമുള്ളത്.